ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല, സുഖമായി പോണു. പിന്നെ നമുക്കിന്നൊരു പാട്ടോട് കൂടി തന്നെ തുടങ്ങാം. പ്രഭാഷ് എന്ന് പറഞ്ഞ സഹോദരൻ 2 പാട്ടുകൾ ആവശ്യപ്പെട്ടായിരുന്നു. ഏതായാലും അതിൽ 2-3 ദിവസം മുന്നേ ഒരു പാട്ട് ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 4 വരി പാടാം. അപ്പോൾ ആരെയും നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. നമുക്കറിയുന്നത് പോലെയൊക്കെ പാടിക്കൊടുക്കുക എന്നുള്ളതല്ലേ വേണ്ടത്. ആരും നമ്മൾ സങ്കടപ്പെടുത്തേ നിരാശപ്പെടുത്തേ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം ഇന്നലെ ഞാൻ ഒരു സഹോദരൻ പറഞ്ഞിരുന്നു, പാട്ട് പാടി, ഞാൻ മഴയുടെ ഒരു പാട്ട് പാടി ചേച്ചിന്ന് കുറേ ദിവസം മുന്നേ ചോദിച്ചായിരുന്നു. 3-4 പ്രാവശ്യം കമൻറ്റിലൂടെ ചോദിച്ചതായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ആ പാട്ട് പാടി. അപ്പോൾ ഇന്ന് ഈ സഹോദരൻ ചോദിച്ച പാട്ട്, അതും ഞാൻ എന്നെക്കൊണ്ട് അറിയുന്ന പോലെയൊക്കെ ഞാൻ പാടാം. ആരെയും വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ആരുടെയും സങ്കടമോ വിഷമോ പ്രയാസമോ ദുഃഖങ്ങളോ ഒന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ചായ അവിടെ ആവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പാടാം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, നോവിൻ കരളിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ വാരി, മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. അപ്പം നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. ചായ അല്ല കേട്ടോ, വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പലഹാരം ദോശയും കടലക്കറിയാണ്, അതുണ്ടാക്കട്ടെ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയൊക്കെ കാണിക്കാം. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. ചായ ആവാൻ സമയം വൈകി കഴിഞ്ഞാൽ രാവിലെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും പോകാനൊക്കെ ഉള്ളതാണ്. ചെറിയ ആൾക്ക് പോകണം, ഉണ്ണേട്ടന് പോകണം, ഇവർക്കൊക്കെ പോകണം. അപ്പോൾ പിന്നെ മൂത്താൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അവനിപ്പോൾ ലീവിലല്ലേ, അതുകൊണ്ട്. പിന്നെ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ, എന്നിട്ട് കാണാം. പിന്നെ കടലക്കറിക്കുള്ള കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ. ഗ്രീൻ പീസാണ്, അതും പൊട്ടറ്റോ, സവോള, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടാണ്. കുറച്ച് പെരുംജീരകവും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും എല്ലാം ചേർക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ കറി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. പിന്നെ ദോശയ്ക്ക് നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ. എന്നും ഇടയ്ക്കൊക്കെ ചട്ടണികളായിരുന്നു. ഇപ്പോൾ ചട്ടണി ഒന്ന് മാറ്റി പിടിച്ച് കുറച്ച് കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. തിരക്കുള്ളപ്പോൾ അതിനനുസരിച്ചിട്ടോ, നമുക്ക് ധൃതിക്കനുസരിച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും കൂടെ, ചെറുപയർ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും കൂടെ ചിലപ്പോൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ പെട്ടെന്ന് പിന്നെ ചട്ടണിയൊക്കെ അരച്ച് ആർക്കൊക്കെ ധൃതി ഉണ്ട്, എനിക്കൊരു 5 മിനിറ്റ് വഴുകി എന്നൊക്കെ വിചാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അത് മാനേജ് ചെയ്ത് പോണത്. പിന്നെ വെറുതെ ഏത് പലഹാരമാണെങ്കിലും വെറുതെ കഴിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും വേണം എന്തെങ്കിലുമൊക്കെ ഒരു കറി. ഇനി ദോശയാണെങ്കിൽ ചട്നി ആയാലും മതി. മറ്റേ പുട്ടാണെങ്കിൽ ചിലരൊക്കെയാണ് പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുള്ളൂ, ചിലർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ പോകുമ്പോൾ എന്താണ്, അവർക്കൊക്കെ രാവിലെ നന്നായി ഫുഡ് കഴിച്ചിട്ട് വേണ്ടേ പോകാൻ. ഓരോരോ കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ഫുഡ് കഴിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എൻ്റെ ചെറിയ മോനൊക്കെ ഷൂട്ടൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ആൾ സെറ്റിലുണ്ടെങ്കിലും കൂടിയിട്ട് വീട്ടിൽ നിന്നൊക്കെ നന്നായി കഴിച്ചിട്ടൊക്കെ തന്നെയാണ് രാവിലെയൊക്കെ പോകുമ്പോൾ പറഞ്ഞേക്കാം കേട്ടോ. പിന്നെ അല്ലാത്ത നൈറ്റൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ പോകും. പിന്നെ പുറത്തുനിന്നോ സെറ്റിൽ എവിടുന്ന് കിട്ടുന്ന വെച്ചാൽ അവിടുന്നൊക്കെ കഴിച്ചോളും, അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ദോശ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിയും റെഡിയാക്കി. ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും കഴിക്കാൻ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കട്ടെ. ചെറുപയർ ഊറ്റിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലൊക്കെ വന്നാൽ കുക്കറിൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് അടുപ്പിൽ വെക്കട്ടെ. കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ വേവട്ടെ.
എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതൊരു എന്താണ് ഇന്നാവാം നാളെയാവാം മറ്റന്നാളാവാം എന്നുള്ള അങ്ങനെ ഒരു തീരുമാനത്തിലൊന്നും എത്തരുത്. ഏത് കാര്യം നമ്മൾ ചെയ്യാൻ വിചാരിച്ചാലും അത് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ആവാലോ, അത് നാളെ ആവാലോ, മറ്റന്നാളാവാലോ, പിന്നെ ആവാലോ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഒന്നും അങ്ങനെ നീട്ടി വെച്ചിട്ടൊന്നും പോകരുത്. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. ഏത് കാര്യമാണെങ്കിലും തീരുമാനം എടുക്കണോ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ നോക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഏതാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ ആ പാതി വഴിയിലോ അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ മാറ്റും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഏത് കാര്യങ്ങളാണെങ്കിലും അതിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മൾ മനുഷ്യന്മാരാണ്, എന്താണെന്നറിയാം, നമ്മൾക്കാണ് ഈ തീരുമാനങ്ങൾ മാറ്റാനും അല്ലെങ്കിൽ തീരുമാനം നടപ്പാക്കണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് പറയും അത് വേണ്ട പോട്ടെ, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിക്കരുത്. അപ്പോൾ നല്ല കാര്യമായിരിക്കും നമ്മൾ തീരുമാനിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ് വേണ്ടാന്ന് തോന്നിപ്പോകും. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദർഭവശാൽ നമുക്കത് സാധിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്ക് നീട്ടി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് പോകും. നമ്മളിത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഞാൻ ഇത്രയൊക്കെ ആക്കി വെച്ചില്ലേ, ഇനി അതിൻ്റെ പുറകെ തന്നെയാണ് പോകാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ചിലപ്പോൾ ആ കാര്യം സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ശ്രമിക്കണം കേട്ടോ. നമുക്ക് എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളിൽ കൂടെ നിങ്ങൾക്കും വേണ്ടേ. ചിലപ്പോൾ എല്ലാവരും ഒന്നും കേട്ടില്ലെങ്കിൽ ചിലരെങ്കിലുമൊക്കെ കേട്ടതുപോലെ കായാലോ, നല്ലതല്ലേ. എല്ലാവരും നന്നായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയല്ലേ നമ്മുടെ ഉദ്ദേശം. ഏത് കാര്യം ചെയ്യണമെങ്കിലും അതിന് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രയോജനപ്രദം ആവണം. നമ്മൾ ആരും എന്ത് സംസാരിക്കുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒക്കെ അതിന് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്കൊരു പ്രയോജനപ്രദമായ കാര്യങ്ങൾ കിട്ടണം. ശുഭസ്യ ശീഘ്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, എല്ലാവരും കേട്ടിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. ശുഭസ്യ ശീഘ്രം അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ശീഘ്രം പെട്ടെന്ന് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഞാൻ ചായ കഴിച്ചിട്ടില്ല കേട്ടോ. അവിടെ ശ്രുതിക്കും വിഷ്ണുവിനും ഉണ്ണേട്ടനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഴിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ചോറിൻ്റെ കാര്യങ്ങൾ ഇപ്പം ഇതിങ്ങനത്തെ ചെറുപയറിപ്പോൾ വേവിക്കാൻ വെച്ചു. അങ്ങനെ പിന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ചായ കഴിക്കട്ടെ, ചായ കഴിച്ചിട്ട് വരാം. അപ്പോൾ പൈനാപ്പിൾ ഉണ്ട് കേട്ടോ നമ്മുടെ തൊടിയിൽ. അപ്പോൾ ഞാൻ അത് പഴുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. പക്ഷികളിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊത്തി തിന്ന് തീർത്തിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ, കാണിക്കാം കേട്ടോ. നമ്മൾ തൊടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അത് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിണർ അതില്ല, അതൊന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി പോന്നിട്ട് വേണം കേട്ടോ നമ്മുടെ തൊടിയിലേക്ക്. അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് നമ്മൾ കുഴിച്ച് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. കുറേ കൂട്ടമായിട്ട് വല്ലാതെ നിൽക്കുമ്പോൾ കായ ഉണ്ടാവില്ല. അപ്പോൾ കുറേ എണ്ണം കൊത്തി പറിച്ചൊക്കെ കളഞ്ഞിട്ട് ഓരോന്ന് രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇനി കാണിക്കാം. ഒന്നവിടെ നിൽക്കുന്നുണ്ട്, ഇനി ഒന്നിപ്പുറത്തുമുണ്ട്, അത് മൂത്തിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം മുപ്പായിട്ടുണ്ട്. അപ്പോൾ പക്ഷികളൊന്നും നാശാക്കിയിട്ടില്ല. ഇനിയുണ്ട് അപ്പുറത്ത് 2-3 കൂടെ ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി നോക്കട്ടെ. ഈ വാഴയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. തെങ്ങിൻ തൈയുണ്ട്, വാഴ ഉണ്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ തൊടിയിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ കുറേ എണ്ണം വെച്ച് കൊടുത്തതാണ്. ഇതൊരു മൾബറീൻ്റെ തൈയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഇന്നലെ ഉള്ളൂ, അതാവുന്നതേ ഉള്ളൂ, മൂക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നിൽക്കുന്നു, അത് മൂത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ കെട്ടിക്കൊടുക്കാറൊക്കെ ഉണ്ട്. മൂടി വെച്ചായിരുന്നു, അതൊക്കെ ഇപ്പോൾ മഴയ്ക്കൊക്കെ പോയതാണ്. അല്ലെങ്കിൽ പക്ഷികൾ തിന്നു പോവും, നമുക്ക് കിട്ടില്ല. അപ്പോൾ മൂടി വെച്ച് കൊടുക്കും. അപ്പോൾ തെങ്ങിൻ തൈയൊക്കെ പാവി നിർത്തിയതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം പാവി നിർത്തിയ തെങ്ങിൻ തൈകളാണ് ഇതൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ തെങ്ങിൻ തൈകളാണ്.
അപ്പോൾ ഇപ്രാവശ്യം പുതിയതൊന്നും വച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് ഇതന്നെ ഇനി നമുക്കിത് വയ്ക്കാനുണ്ട്. പറമ്പുകളിലൊക്കെ കുറച്ചും കൂടെയൊക്കെ വയ്ക്കാനുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പുതിയത് നട്ടിട്ടില്ല. കാരണം ഇതിവിടെ നിൽക്കുന്നത് കൊണ്ട് ഇത് തീർന്നിട്ട് വേണം നടാൻ ആവശ്യം. ഇതിന്ന് കുറേ കൊടുത്തു, അതിൻ്റെ ബാക്കിയാണ് നിൽക്കുന്നത്. നമ്മളെ ആവശ്യത്തിന് നമ്മൾ വെക്കുന്നുണ്ട്. ഇത് ചായ മാൻസ എന്ന് പറഞ്ഞ ഒരു ഇനം ചെടിയാണ് കേട്ടോ. ഇത് ഷുഗറിനൊക്കെ പറ്റിയ ഒരു മരുന്ന് തന്നെയാണ്. ഇതുകൊണ്ട് തോരൻ വെച്ച് കഴിച്ച ഷുഗറൊക്കെ വളരെയധികം കുറയുമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ പയറിൻ്റെ ഇലയൊക്കെ ഉപ്പേരി വെക്കും പോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിൽ വെള്ളം ഊറ്റിക്കളയുക. കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് വേണം ഇത് വറവിട്ട് എടുക്കാൻ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. പയറുപ്പേരി പയറിൻ്റെ ഇല കൊണ്ടുള്ള ഉപ്പേരിയൊക്കെ കഴിക്കും പോലെ തന്നെയാണ്. കടുക്, മുളക്, ഉഴുന്ന് പരിപ്പൊക്കെ കറിവേപ്പിലൊക്കെ വറവ് ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് ഭാഗത്ത് കൂടെയൊക്കെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഫ്രണ്ടിലൊക്കെ പാടാണ്. അപ്പോൾ അവിടെ ഉള്ള കാഴ്ചകളാണ്. അതിൻ്റെ കുറച്ച് സൈഡൊക്കെ കഴുങ്ങൻ തോട്ടങ്ങളാണ്. പിന്നെ കൃഷിയൊക്കെ ചെയ്യുന്ന കുറച്ച് പാടം, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പം നിറയെ മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. പ്രകൃതി രമണീയത എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇത് കണ്ടോ, പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് നല്ല ഒരു കുളിർമയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. സൈഡിലൂടെയൊക്കെയാണ് കേട്ടോ ഈ തെങ്ങിൻ തോട്ടങ്ങളും കവുങ്ങിൻ തോട്ടമൊക്കെയാണ് സൈഡ് ഭാഗത്തൊക്കെ. ഇങ്ങനെയൊക്കെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ സൈഡിലൂടെയൊക്കെ നിറയെ വീടുകളും ആൾക്കാരും എല്ലാം ഇഷ്ടം പോലെയുള്ള ഏരിയ തന്നെയാണ്. എത്ര മഴ പെയ്താലും നമ്മുടെ ഈ അടുത്ത ഇത്ര പ്രദേശങ്ങളിലൊന്നും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലായിടത്തും വെള്ളപ്പൊക്കമായിട്ടും വെള്ളം കയറിയിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളല്ലേ. നമ്മൾ കുറച്ച് ഉയർന്ന അതുപോലുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് എത്ര മഴ പെയ്താലും വെള്ളപ്പൊക്കത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളം കയറി വരുന്നുള്ള അത്തരം ഒരു പേടിയില്ല. അങ്ങനെയുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.